എന്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ, ചെറുപ്പക്കാരെ, സ്വന്തം വിവാഹം നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദസ്സായിരിക്കണം. തങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്ത പെൺകുട്ടിയായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന പത്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങളെ ലംഘിക്കുന്ന വിവാഹ പരിപാടി വേണ്ട. ഇന്ന് ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് പണത്തിന്റെ പളപളപ്പിലും ആചാരത്തിന്റെ ജാടയിലും നടത്തുന്ന തോന്നിവാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റു മതവിഭാഗങ്ങളെ കൊണ്ട് പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ? ഓരോ യുഗങ്ങളിലും വെളിച്ചം പകർന്ന പ്രവാചക പ്രവരന്മാർ മുഴുവനും അതാതു കാലഘട്ടങ്ങളിലെ ജനങ്ങളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചമിട്ട് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന്, ഖബസാത്തും മിൻ നൂരിൻ നുബുവയിൽ നിന്ന്, പ്രവാചകത്വത്തിന്റെ പ്രഭയിൽ നിന്നൊരു ശകലം എടുത്തുകൊണ്ടുപോയിട്ടാണ് മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും ഓരോ കാലങ്ങളെയും വെളിച്ചത്തിലേക്ക് നയിച്ചത്. ുള്ളവരെ ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമിനെതിരെയുള്ള നീക്കുപോക്കുകൾ നടക്കുന്നത് ആശയം കൊണ്ട്, ആദർശം കൊണ്ട് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോ ആരോപണം കൊണ്ട്, ആക്ഷേപം കൊണ്ട് അടിച്ചമർത്താനാണ്, അല്ലാതെ മറ്റെന്തിനാണ്? അധ്യാപിക സിസ്റ്റർ ആയതുകൊണ്ട് തലമറച്ചു വന്നാൽ ഭീകരമല്ല. വിദ്യാർത്ഥി തലമറച്ചു വന്നാൽ ഭീകരം. ഇതെന്ത് ഭീകരതയാണ്? നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇതെന്ത് ഭീകരതയാണ്? ഒരു ടീച്ചർക്ക് താൻ അനുഷ്ഠിക്കുന്ന പുണ്യമാണെന്ന് കരുതി നിഷ്ഠ പാലിക്കുന്ന ഒരു കാര്യം ഒരു വിദ്യാർത്ഥിനി ചെയ്തപ്പോൾ അപരാധമായത് എങ്ങനെ? ആവശ്യമില്ലാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. വിശ്വാസികളായ നമ്മൾ കൃത്യമായി കാര്യങ്ങളെ ബോധത്തോടെ സമീപിക്കണം. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈമാനിന്റെ തെളിച്ചം ഉദിച്ചുയർന്ന് പ്രപഞ്ചാധിപനായ റബ്ബിലേക്ക് അത് സന്ധിച്ചപ്പോൾ അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ നബിയുല്ലാഹി വ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ അറിഞ്ഞപ്പോൾ മഹദി അവറുകൾ പറഞ്ഞു, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഈ ലോകത്തെ കൊട്ടാരമല്ല എനിക്ക് വലുത്, രാജ്ഞി പദമല്ല എനിക്ക് വലുത്, ഈ രാജ്യത്തെ, ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ല എനിക്ക് വലുത്. എനിക്ക് വലുത് അല്ലാഹു, അല്ലാഹു, അല്ലാഹ്. തിരിഞ്ഞു നടക്കുന്നവൻ ലക്ഷ്യത്തിലെത്തുകയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ പഠിക്കണോ വേണ്ടേ, എക്കാചക്കുമ്പോ നിന്നാല് ലക്ഷ്യത്തിലെത്തുകയില്ല. മുശക്കിക്കുല്ല യുഫ്ലിഹ്, സംശയാലും വിജയിക്കുകയില്ല. മല്ലം യഅരിഫ് ബിനഖ്സി ഔഖാതിഹി, സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമില്ലാത്തവൻ ഫകുല്ലു ഔഖാതിഹി നഖ്സ്, അവന്റെ എല്ലാ സമയവും നഷ്ടത്തിലാണ്. അപ്പൊ സമയം പരമാവധി നന്മയിൽ ഉപയോഗപ്പെടുത്തണം, സമയം നഷ്ടപ്പെടുത്തരുത്. ഏതെങ്കിലുമൊക്കെ നന്മകളിൽ നമ്മുടെ സമയം വിനിയോഗിക്കണം. വെറുതെ സമയം കളയരുത്. വായിക്കുകയോ എഴുതുകയോ പഠിക്കുകയോ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചർച്ച ചെയ്യുകയോ ഹിഫ്ളാക്കുകയോ മുറാജഅ ചെയ്യുകയോ